വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുർആൻ പാഠശാലയിലെ അക്ഷരങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അറബി ഭാഷയിലെ 7 അക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെടുകയുണ്ടായി. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. അത് ചൊല്ലി പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ശൈലി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. അലിഫ്, ബ, ത, സ, അത് 3 അക്ഷരങ്ങൾ ഒരു ഗ്രൂപ്പാണ്. പിന്നീട് ജീം, ഹ, ഖ, ആ 3 ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ 7 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറെ ജോഡികളാണ്. ഒരക്ഷരം പഠിച്ചാൽ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും, ഒന്ന് ഫ്രീ ആണ്. അങ്ങനെ 7 ജോഡികളാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. ആ അക്ഷരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തേത് ദാല്, ദ. മലയാളത്തിലെ ദ ഉണ്ടല്ലോ, ദയ എന്ന് പറയുമ്പോഴുള്ള ദ, ദാല്. രണ്ടാമത്തേത് ദാല്. അത് തന്നെ ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് ഉച്ചരിക്കുന്ന രീതിയാണ്. ദാല്, ദാല്. ദാലിന്റെ വ്യത്യാസം പുള്ളി മാത്രമാണ്. ദാൽ, ദാൽ. അപ്പൊ ദാല് പഠിച്ചാൽ അതിന് നമുക്ക് ദാല് ഫ്രീ ആയിട്ട് കിട്ടും. ദാൽ, ദാൽ. അടുത്ത ജോഡികൾ. ഒന്നാമത്തേത് റ, പിന്നത്തേത് സ, റ, സ. സയുടെ വ്യത്യാസം പുള്ളി മാത്രം. ദാല്, ദാല് പോലെ തന്നെ സായില് പുള്ളി ഉണ്ട് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാല്, ദാല് ഈ 2 അക്ഷരങ്ങളും വരയോട് ചേർന്ന്, വരയുടെ മുകളില് ചേർന്ന്, ദാലിന്റെ അടിവശം വരയെ ചേർന്ന് വരുന്ന രൂപത്തിലാണ് എഴുതേണ്ടത്. റ എഴുതുമ്പോ വരയുടെ കുറച്ച് മുകളിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം താഴേക്ക് വരികയാണ്. കണ്ടില്ലേ? ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ തുടക്കം വരയുടെ മുകളിൽ നിന്നാണ്, എന്നിട്ട് താഴേക്ക് വന്ന് ഇങ്ങനെ ഒന്ന് നിൽക്കണം. ഇതേ ശൈലിയിൽ തന്നെയാണ് സായും എഴുതേണ്ടത്. അപ്പൊ റ, സ, ദാൽ, ദാൽ. ഏതാണ്ട് ഡി പോലെ. ദാല് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഉച്ചരിക്കണം. പിന്നെ റ, ഇംഗ്ലീഷില് ആർ. സ ഏതാണ്ട് ഇംഗ്ലീഷിലെ സെഡ്. റ, സ. 2 ജോഡികളായി. ദാൽ, ദാൽ, റ, സ. അടുത്ത അക്ഷരം സീനാണ്. സീൻ. ഇങ്ങനെ 2 ചെറിയ കുനിപ്പുകൾ. പിന്നെ മൂന്നാമത്തേത് കുറച്ചുകൂടി വലുത്, വരയുടെ അല്പം താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറി നിൽക്കുന്ന രൂപത്തിലാണ് സീൻ എഴുതേണ്ടത്. പിന്നെ അതിന്റെ ജോഡി ഷീൻ. ഇതേ അക്ഷരം തന്നെയാണ്. സീൻ, ഷീൻ. ഷീനിന്റെ പ്രത്യേകത 3 പുള്ളികൾ ഉണ്ടായിരിക്കും. 3 പുള്ളികൾ. 3 പുള്ളികൾ ഉണ്ടാകുമ്പോൾ 2 എണ്ണം താഴെയും 1 മുകളിലുമായിട്ട് എഴുതുന്ന രീതിയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. സീൻ, ഷീൻ. സീൻ മലയാളത്തിലെ സ ഉണ്ടല്ലോ, ഇംഗ്ലീഷിലെ എസ് പോലെ തന്നെയാണ് ഏതാണ്ട് ശബ്ദം. പിന്നെ ഷീൻ. ഷീൻ എഴുതുമ്പോ പൊതുവെ നമ്മൾ ഷീനിനെ ഷ ആയിട്ട് ആണ് ഉച്ചരിക്കാറുള്ളത്. മലയാളികൾ ഉച്ചരിക്കുമ്പോൾ ഷ എന്ന അക്ഷരം ഉണ്ടല്ലോ മലയാളത്തിലെ, ഷ, ഷംസുദ്ദീൻ എന്നൊക്കെ പറയാറുണ്ട്. കുറച്ചുകൂടി ഷീനിനോട് അടുത്ത് നിൽക്കുന്നത് ഷ എന്ന ശബ്ദമാണ്. മലയാളത്തിലെ ഷ എന്ന ശബ്ദമാണ് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഷ ആയിരിക്കും നല്ലത്. ഷീൻ എന്ന ശബ്ദമാണ് നല്ലത്. സീൻ, ഷീൻ. സീൻ അവസാനം നൂനിലാണ് അവസാനിക്കുന്നത്. സീൻ. അതേപോലെ ഷീൻ. ഇങ്ങനെയാണ് ഉച്ചാരണം. അപ്പൊ 3 ജോഡികളായി. ദാൽ, ദാൽ, റ, സ, സീൻ, ഷീൻ. ഇനി അടുത്ത ജോഡി നോക്കാം. സ്വാദ്, ലാദ് എന്ന ജോഡിയാണ്. സ്വാദ്,
ലാദ്, സ്വാദ്, ലാദ്. ലാദ് പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലാദിന് മുകളിൽ ഒരു പുള്ളിയുടെ. ഇത് എഴുതുന്ന രൂപം ഒന്നുകൂടി ശ്രദ്ധിക്കാം. വരയിൽ നിന്ന് ഇനി ഇത്രയും ഭാഗം വരയ്ക്കാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത്രയും എഴുതുക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ സീനിന്റെ അവസാന ഭാഗം ഉണ്ടല്ലോ, വരയുടെ താഴേക്ക് പോയിട്ട് മുകളിലേക്ക് വരുന്ന ഈ രൂപം, ഇത് തന്നെയാണ് സ്വാദിന്റെ ബാക്കി ഭാഗം, അവസാന ഭാഗത്ത് വരുന്നത്. സ്വാദ് അത് തന്നെയാണ് വാദം. സ്വാദ്, വാദ്. എളുപ്പത്തിൽ എഴുതാൻ കഴിയും. പേന എടുക്കാതെ തന്നെ എഴുതി പരിശീലിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ സ്വാദ്, വാദ്. സ്വ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സ്വ എന്നൊരു അക്ഷരമുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പൊതുവെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, സ്വ, സ്വാദ്, രുചി എന്നർത്ഥത്തിൽ എഴുതില്ലേ. ശരിക്കും അങ്ങനെ അല്ല അതിന്റെ സ്വരം. സ്വ എന്ന് വാവ് ചേർത്ത് പറയുന്നതിന് പകരം അത് പുറപ്പെടുമ്പോ തന്നെ സ എന്ന് കനപ്പിച്ച് പറയുന്ന ഒരു ശൈലിയിലാണത്. സ, സ, സൗം, നോമ്പ് എന്ന വാക്കില്ലേ, അതിന് സൗമ എന്നാണ് പറയാം. അപ്പൊ അതുപോലെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ, സ്വാദ്. ഇത് ലാദ്. വലല്ലാലീൻ, സൂറത്തുൽ ഫാത്തിഹയില് അവസാനത്തെ ആയത്തിലെ വലല്ലാലീൻ ഇല്ലേ, അതുപോലെ വലല്ലാലീൻ എന്നാണ് അവിടെ ഉച്ചരിക്കുന്നത്. ലാ കുറച്ചുകൂടി കനം കുറച്ച് ഉച്ചരിക്കുന്ന രീതിയാണ്. സ്വാദ്, ലാദ്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവസാനം ദാല് ദ് ചേർത്തിട്ടാണ് ഉച്ചരിക്കുക. സ്വാദ്, അതുപോലെ ലാദ് എന്നാണ് പറയാം. അടുത്ത അക്ഷരങ്ങള് ത, ല. സ്വാദിന്റെ പകുതി ഭാഗം മാത്രം. ഇങ്ങനെ എഴുതിയിട്ട് മുകളിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു അലിഫ് കാണിച്ച് ഇതിന് ത എന്നാണ് വായിക്കും. ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഇവിടെയാണ് അലിഫ് വന്ന് ചേരേണ്ടത്. പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ ഇങ്ങനെ ത്വ എന്ന് എഴുതാറുണ്ട്. ഏതാണ്ട് അതിന് സമാനമാണെന്ന് പറയാം. പക്ഷെ വാവ് ചേരാത്ത രൂപത്തിൽ ത്വ എന്ന് പറയുന്നതിന് പകരം ത എന്ന് അകത്തുനിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കുറച്ച് കനപ്പിച്ച് ഉച്ചരിക്കുന്ന രീതിയാണ്. ത, തോമ, തോവില, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ത എന്നാണ് വായിക്കുന്നത്. അതുപോലെ ഈ അക്ഷരം ല, ല എന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം. ല. ഇതിന്റെ മുഴുവൻ പേര് പറയുമ്പോ എന്നാണ് പറയാം. അപ്പൊ ഇത് എന്ന് പറയേണ്ടി വരും. നേരത്തെ ഈ അക്ഷരത്തിന്റെ പേര് നമ്മൾ പറഞ്ഞത് എന്നായിരുന്നു. ഈ അക്ഷരങ്ങൾ പറയുമ്പോ ഉള്ളൊരു വ്യത്യാസം ഇതാണ്. ഇതിന്റെ അവസാനത്തിൽ ദാലാണ്, ലാദ് എന്നാണ് പറയാം. ഇത് അവസാനത്തിൽ ലാ എന്നാണ് പറയാം. അപ്പൊ അതിൽ നിന്ന് ഏതാണ്ട് അക്ഷരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കേട്ടെഴുതാണെങ്കിൽ ഏത് അക്ഷരമാണെന്ന് ചോദിക്കുമ്പോൾ ലാദ് അല്ലെങ്കിൽ ലാ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം അനുഭവപ്പെടും. അതേപോലെ ഇത് കനപ്പിച്ച് പറയണം. ലാ, ലാലിം, ലാലിം, അക്രമി ഉണ്ടല്ലോ. അതുപോലെ ളുൽമ്, അക്രമം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഈ ലാ ചേർത്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ സ്വാദിന്റെയും അതുപോലെ ലാദിന്റെയും പകുതി ഭാഗം മാത്രമാണ് ത്വായിലും ലായിലും ഉള്ളത്. അപ്പൊ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ് ആണ്. അലിഫ് മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന രീതിയാണ് ഏറ്റവും സൗകര്യപ്രദം. അപ്പൊ പൊതുവെ നമ്മൾ എഴുതി ശീലിച്ചിട്ടുണ്ടാകുക ഇങ്ങനെ ആയിരിക്കില്ല. ആദ്യം അലിഫ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് ചേർത്ത് എഴുതുമ്പോൾ, പിന്നീട് കൂട്ടി എഴുതുമ്പോൾ, വാക്കുകൾ അക്ഷരങ്ങൾ കൂട്ടി എഴുതുമ്പോൾ പലപ്പോഴും പ്രയാസം ഉണ്ടാകും, എഴുത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അലിഫ് അവസാനം എഴുതുന്ന രീതിയാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. സ്വാദ്, വാദ്, ത്വാ, ലാ.
അത് കഴിഞ്ഞു. ദാൽ, ദാൽ, റ, സ, സീൻ, ഷീൻ, സാദ്, ളാദ്, ത്വാ, ളാ. ഇത്രയും ജോഡികളായി, 5 ജോഡികളായി. ഇനി 2 ജോഡികൾ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിലൊന്ന് ഐനാണ്. ഐൻ, ഐൻ. ഈ 2 അക്ഷരങ്ങൾ. ഇത് ഐൻ, അപ്പൊ മുകളിൽ പുള്ളി ഇട്ടാൽ ഐൻ, ഐൻ എന്നാവും. ഇത് രണ്ടും 2 അർദ്ധവൃത്തങ്ങൾ എന്ന് പറയാം. വരയുടെ മുകളിലായിട്ട് ഇത്രയും ഭാഗത്ത് ചെറിയ ഒരു വൃത്തം, പിന്നെ കുറച്ചുകൂടി വലുത് താഴോട്ട് ഇറക്കിയിട്ട് വരക്കുക. അപ്പൊ ഐൻ, ഇത് ഐൻ. അപ്പൊ ഇതിനൊന്നും മലയാളത്തിൽ സമാന ശബ്ദം ഇല്ല. ഐൻ, ചുണ്ട് കുറച്ച് നീട്ടിയിട്ട് അ എന്ന് പറയാൻ വേണ്ടി ഐന്. അതേപോലെയാണ് ഹ. ഹ ഉച്ചരിക്കുമ്പോഴും ചുണ്ട് ഇങ്ങനെ ചിരിക്കും പോലെ അല്പം നീട്ടണം. ഐൻ, ഹ ഒക്കെ ഉച്ചരിക്കുമ്പോൾ. അതേസമയം ഐന്, എന്ന് പറയുമ്പോൾ ചുണ്ട് വട്ടത്തിലാണ് ചെയ്യുക. ഒക്കെ അതേ രൂപത്തിലാണ് വരുന്നത്. ഐൻ, ഐൻ എന്ന അക്ഷരം. ഐൻ ഏതാണ്ട് മലയാളത്തിലെ ഗ ഉണ്ടല്ലോ, ഇംഗ്ലീഷിലെ ജി യോട് ഏതാണ്ട് ചേർന്ന് നിൽക്കും. ഐൻ, ഐൻ. അടുത്ത അക്ഷരങ്ങൾ ഫ, ഖാഫ് എന്നീ അക്ഷരങ്ങളാണ്. ഫ, ഒരു വട്ടം, ചെറിയ വട്ടം വരച്ചിട്ട് വരയിലൂടെ തന്നെ നീട്ടുക. നേരത്തെ നമ്മൾ പഠിച്ച ബ ഒക്കെ ഉണ്ടല്ലോ, ബ, ത, സ, അതേപോലെ തന്നെയാണ് ഫ. പിന്നെ അതിന്റെ തുടക്കത്തിലൊരു വട്ടം ഉണ്ടായിരിക്കും എന്നാണ് ഒരു പ്രത്യേകത. ഫിന് ഒരു പുള്ളി വേണം. ഫ. അടുത്തത് ഖാഫാണ്. ഫിന്റെയും ഖാഫിന്റെയും വ്യത്യാസം യഥാർത്ഥത്തിൽ പുള്ളിയല്ല. പൊതുവെ നമ്മൾ അങ്ങനെയാണ് ധരിക്കുക. ഫിന് ഒരു പുള്ളി, ഖാഫിന് 2 പുള്ളി എന്ന് ധരിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ അക്ഷരത്തിന്റെ രൂപത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഫ വരയിലൂടെ നീട്ടി എഴുതും. വരയിലൂടെ നേരെ നീട്ടിയാണ് ഫ എഴുതുന്നത്. ഖാഫ് അങ്ങനെയല്ല. വട്ടം വരച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി റൗണ്ടായിട്ട് വരയുടെ താഴേക്ക് പോകുന്ന രീതിയിലാണ്. ഇതിനാണ് വര, കണ്ടില്ലേ? അപ്പൊ ഖാഫ് വട്ടം വരച്ചിട്ട് നേരെ താഴേക്ക് വന്ന് എന്നിട്ട് മുകളിലേക്ക് കയറി നിൽക്കണം. ഫ അങ്ങനെയല്ല, വരയിലൂടെ തന്നെ നീട്ടുന്ന രീതിയാണ്. ഇതാണ് അടിസ്ഥാന വ്യത്യാസം. പിന്നെ അറബി ഭാഷയില് ആദ്യകാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ പിന്നെ അക്ഷരങ്ങൾക്ക് പുള്ളി ഉണ്ടായിരുന്നില്ല. പുള്ളി പിന്നീടാണ് ഉണ്ടായത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് പുള്ളി രേഖപ്പെടുത്തിയതൊക്കെ. അപ്പോ ശരിക്കും അന്ന് അവർ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത് അതിന്റെ രൂപത്തിൽ നിന്ന് തന്നെയാണ്, അക്ഷരങ്ങളുടെ രൂപത്തിൽ നിന്നാണ്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഫ, ഖാഫ് എന്ന് പറയുമ്പോൾ അതിന്റെ രൂപത്തിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നാൽ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് വന്നതാണ് ഫിന് ഒരു പുള്ളി, ഖാഫിന് 2 പുള്ളി എന്നത്. ഫ മലയാളത്തിൽ ഫ ഉണ്ട്, ഇംഗ്ലീഷിൽ ഏതാണ്ട് എഫിന് സമാനമായിരിക്കും. ഖാഫ് ഇങ്ങനെ എഴുതാറുണ്ട്, ഖ അല്ലെങ്കിൽ ഖ. മലയാളത്തിലെ ഖ ഉണ്ടല്ലോ, ഖുർആൻ എഴുതാൻ വേണ്ടിയിട്ട് ഖ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. സമാന ശബ്ദമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. പലപ്പോഴും അത് ഖുറാൻ, പിന്നെ ഖുറാൻ എന്നൊക്കെ വായിക്കുന്നത് കേൾക്കാം. പിന്നെ അതുപോലെ ഖ എഴുതിയിട്ട് ഇങ്ങനെ ഖ എന്ന രൂപത്തിൽ എഴുതാറുണ്ട്. ഇതൊന്നും പൂർണ്ണമായിട്ട് ഖാഫിനോട് നീതി പുലർത്തുന്ന ശബ്ദങ്ങളല്ല. എങ്കിലും പിന്നെ ഒരു ബദൽ എന്ന രൂപത്തിൽ മലയാളത്തിൽ എഴുതി വരുന്ന 2 അക്ഷരങ്ങളാണ്. ഒന്ന് ഖായും അതുപോലെ ഖ എന്നൊക്കെ എഴുതാറുണ്ടെന്ന് മാത്രം. ശരിക്കും അത് പിന്നെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ നാവിന്റെ മുരടുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. ഖാഫ്, ഫ, ഖാഫ് എന്നീ അക്ഷരങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച ജോഡികൾ,
അക്ഷരങ്ങൾ ഒരേപോലെയുള്ള ഏതാണ്ട് ഒരേപോലെയുള്ള അക്ഷരങ്ങൾ പുള്ളി കൊണ്ട് പിന്നെ വ്യത്യാസം ഉണ്ടാകുന്ന അക്ഷരങ്ങളിലൂടെ പൂർണ്ണമാകാണ്. അപ്പൊ അതിൽ 7 ജോഡികളാണ് പഠിച്ചത്. ദാൽ, ദാൽ, റ, സ, സീൻ, ഷീൻ, സാദ്, ളാദ്, ത, ള, ഐൻ, റൈൻ, ഫ, ഖാഫ്. അപ്പൊ 14 അക്ഷരങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലെ 7 അക്ഷരങ്ങളും പഠിച്ചിരുന്നു. 14ഉം 7ഉം 21 അക്ഷരങ്ങളായി. ഇനി ബാക്കിയുള്ളത് 7 അക്ഷരങ്ങൾ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ആ അക്ഷരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഈ അക്ഷരങ്ങളുടെ രൂപങ്ങൾ നന്നായിട്ട് എഴുതി പിന്നെ പഠിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വര ബേസ് ചെയ്തുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കൂട്ടി എഴുതുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എഴുതുമ്പോൾ ഒന്നുകൂടി വ്യക്തത ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കാനും അറിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.